ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിനെ നമ്മുടെ രേവതി വിളിക്കും കേട്ടോ. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ശ്രീകാന്തിനോട് പറയുകയും ചെയ്തു. വിവരം എന്താണെന്ന് ശ്രീകാന്തിനോട് തിരക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഏറ്റെടുത്ത ഓർഡറിനെ പറ്റി ശ്രീകാന്ത് തിരിച്ചു പറയുക. അപ്പോൾ അതെനിക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പം, എടാ ഭാര്യയെക്കാളും വലുതാണ് ജോലി, നിനക്കൊരു അസുഖം വന്നിരുന്നെങ്കിൽ അവൾ ലീവെടുത്ത് നിന്റെ കൂടെ നിൽക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം എടുത്ത് അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, അവളെ നോക്കണമെന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞതല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. പിന്നെ വർഷം എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, എടാ അവൾക്ക് നല്ല വിഷമമുണ്ടടാ, ദേ ഇങ്ങനെയുള്ള സമയത്ത് ഭർത്താവ് കൂടെ വേണമെന്ന് ഏത് ഭാര്യയും ആഗ്രഹിക്കും. നീ നിൻ്റെ ഏട്ടനെ നോക്ക്, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവത്തില്ലേ എന്ന് ചോദിച്ചു. ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞാലും അദ്ദേഹം പോകത്തില്ലല്ലോ എന്നൊക്കെ രേവതി ഇരുന്ന് ശ്രീകാന്തിനോട് പറയുക. കല്യാണം കഴിഞ്ഞ് വരുന്ന വീട്ടിൽ പെണ്ണിനോട് മറ്റുള്ളവർ അങ്ങനെ പെരുമാറുന്നു ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. പക്ഷേ താലി കെട്ടി കൊണ്ടുവരുന്ന ആൾ കൂടെ നിന്നാൽ മാത്രം മതി, അത് അവൾക്കൊരു ബലമാണെന്ന കാര്യം രേവതി പറയണു. ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നൊരു ദിവസം അവളുടെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടും നീ പോയി. എടാ അവൾക്കത് ഭയങ്കര വിഷമമായിടാ, അതുകൊണ്ടാണ് അവൾ അവളുടെ വീട്ടിലോട്ട് പോയതെന്ന കാര്യം പറയുക. എടാ ചെറിയൊരു പിണക്കം മാത്രമല്ല ഇത്, നിൻ്റെ അമ്മ പറയുന്നത് കേട്ട് നീ അവളെ കാണാൻ പോകാതിരിക്കരുത് കേട്ടോ എന്ന് രേവതി പറയുക. പിന്നെ ദേ ഇന്ന് തന്നെ വർഷയുടെ വീട്ടിൽ പോയി നീ അവളെ കണ്ട് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എന്നും രേവതി പറഞ്ഞു കൊടുക്കണം. ശരി ഏട്ടത്തി, ഞാൻ ചെന്ന് അവളോട് സംസാരിച്ചോളാവെന്ന് പറഞ്ഞു. അവളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തോളാവെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അപ്പോൾ അവളോട് സംസാരിക്കരുത്, അവളോട് മിണ്ടരുതെന്നൊക്കെ അമ്മ പറഞ്ഞ് അമ്മ വെറുതെ പ്രശ്നം വഷളാക്കുന്നതാണെന്ന് രേവതിയോട് അന്നേരം നമ്മുടെ സച്ചി പറയുക കേട്ടോ. എന്നാൽ ഈ വീട്ടിലെ മരുമകളായ നീയോ ചെന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരാനാ ശ്രീകാന്തിനോട് പറഞ്ഞത്. സൂപ്പർ രേവതി, സൂപ്പറാണെന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറഞ്ഞു. എൻ്റെ അമ്മയെപ്പോലെയുള്ള അമ്മമാരാ മക്കളെ ഡിവോഴ്സിലേക്ക് തള്ളിവിടുന്നത്, നിന്നെപ്പോലെയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഡിവോഴ്സേ ഉണ്ടാവത്തില്ല എന്നൊക്കെ സച്ചി രേവതിയോട് പറയുക. എൻ്റെ സച്ചിയേട്ട വർഷവാശിക്കാരിയാ, അവൻ ചെന്ന് വിളിച്ചാൽ അവൾ വരുമോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു. സംസാരിച്ചു മയക്കി അവളെ കൂട്ടിക്കൊണ്ട് വരാനുള്ള കഴിവൊക്കെ അവനുണ്ട്, അവൾ വരും, നീ നോക്കിക്കോളാൻ പറഞ്ഞു സച്ചി. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ ഷോറൂമിൽ നിൽക്കുമ്പോഴത്തേക്കും നവീൻദാസ് വിളിക്കുന്നു. ദൈവം നവീൻദാസ് ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. കോൾ എടുത്തു. എന്തിനാടാ വിളിക്കുന്നതെന്ന് ചോദിച്ചു. എന്തൊരു ചോദ്യം എൻ്റെ കല്യാണി നീ ചോദിക്കുന്നേ, നീ എന്നെ എന്താ കളിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച 5 ലക്ഷം രൂപ എവിടെ എന്ന് നവീൻദാസ് ചോദിക്കുക. പിന്നെ 2 ദിവസത്തിനുള്ളിൽ തരണമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, ഇപ്പം തന്നെ ദിവസം എത്രയെന്ന് നിനക്കറിയാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നവീനെ എൻ്റെ കയ്യിൽ കാശില്ല, ഇവിടെ നിന്നും സംഘടിപ്പിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരേണ്ട സമയമായി, രാത്രി വരാം എന്ന് നവീൻ. അപ്പം നിൻ്റെ ഹസ്ബൻഡും അടക്കം എല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചോദിച്ചു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. നിൻ്റെ പാസ്റ്റ് എല്ലാവരോടും ഞാനങ്ങ് പറയാമെന്നും പറഞ്ഞു. പിന്നെ നിന്നെ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതും കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നേക്കാവെന്നും പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതി ഞാൻ ചെയ്യുന്നതെന്ന് ഓർത്തിങ്ങനെ നിൽക്കുക. എന്നിട്ട് പെട്ടെന്ന് നിനക്ക് ഞാൻ കാശൊക്കെ തരാം, എനിക്കൊരു 2 ദിവസം കൂടി സമയം തരാൻ പറഞ്ഞു. പിന്നെ നിനക്ക് 5 ലക്ഷം രൂപ ഞാൻ തന്നോളാം എന്ന് ശ്രുതി. ശരി ആയിക്കോട്ടെ, ഇത്ര നാൾ വെയിറ്റ് ചെയ്യില്ലേ, ഇനി 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. 2 നാളും കൂടെ ഞാൻ നോക്കുള്ളേ എന്നും പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി അവിടെ നിന്ന്, നീ നോക്കിയിരിക്കടാ, 1 രൂപ പോലും ഞാൻ നിനക്ക് തരത്തില്ലടാ, ഇന്ന് രാത്രി ഞാൻ സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്ത് ആൻ്റണിക്ക് അയച്ചു കൊടുക്കും, ആ നിമിഷം ആൻ്റണി നിന്നെ പൊക്കിക്കോളൂ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛനും അമ്മയും കൂടി, അതായത് വർഷയുടെ അച്ഛനും അമ്മയും കൂടി അവിടെ നിന്ന് മകളെ പറ്റി സംസാരിക്കുക. പെട്ടിയൊക്കെ ആയിട്ട് അവൾ വന്നത്, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ വന്നത് എന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, ചുമ്മാ വന്നതാണെന്ന് അവൾ പറഞ്ഞതെന്ന് മഹിമ പറയുക. ചെറിയ പനിയുണ്ട് അവൾക്കെന്ന് പറയുമ്പം കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്, അവൾ അവിടെ വീട്ടുകാരുമായിട്ട് പിണങ്ങി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്, നീ കാര്യം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ അച്ഛൻ അമ്മയോട് പറയണം. കാരണം അറിഞ്ഞാൽ നമുക്കത് കുത്തി വലുതാക്കാവുന്ന അച്ഛൻ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവൾ ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് അവിടേക്ക് തിരിച്ചു പോകാത്ത രീതിയിൽ ഈ വിഷയം കൊണ്ടുവന്ന് എത്തിക്കണം, കിട്ടിയ ചാൻസ് കളയരുത് എന്നും പറഞ്ഞു. അപ്പോൾ അവൾ തനിയെ ഇവിടെ വന്നിരിക്കുന്നത്, പിന്നെ വർഷയും ശ്രീകാന്തും ഒരുമിച്ച് ഇവിടെ താമസിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചതെന്ന് മഹിമ ചോദിക്കുക. ആ കുടുംബം വിട്ട് അവൻ ഇവിടെ എത്തണമെന്ന് പറയുമ്പം ഭാര്യയെ പിരിഞ്ഞ് അവന് കൂടുതൽ കാലമൊന്നും തനിയെ നിൽക്കാൻ പറ്റത്തില്ല. വർഷം ഇവിടെ സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ പിറകെ അവനും ഇങ്ങോട്ട് വന്നോളൂ എന്ന കാര്യം പറയുവാണ് ഈ മധുസൂദന്. അപ്പോഴേക്കും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. ആരോ വന്നല്ലോ എന്ന് പറഞ്ഞ് മഹിമ ചെന്ന് ഡോറ് തുറന്നപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ മരുമോൻ. അപ്പോൾ ശ്രീകാന്തിനെ കണ്ടപ്പോഴേക്കും ആ മോനോ, വാ മോനെ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛനെ കണ്ടപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ആകെ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ. എന്തായാലും മനസ്സ് ഇവർ കരുതിയതുപോലെ തന്നെ വന്നു. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് പോകുന്നതാണെന്നാണ് ഇവർ ധരിച്ചത്. എന്തൊക്കെയുണ്ട് ശ്രീകാന്ത്, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഖം അങ്കിൾ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത്.
ഇപ്പം നിന്നെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് മഹിമ അന്നേരം അവിടെ നിന്ന് പറയുക. ആ മോൻ ഇരിക്കുക. മഹിമേ, ശ്രീകാന്തിനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുടിക്കാൻ അമ്മ എടുക്കാൻ പോകുമ്പോൾ അയ്യോ ഒന്നും വേണ്ട ആൻറ്റി, വർഷ എവിടെയെന്ന് ചോദിച്ചു. അവൾ മുറിയിലുണ്ടല്ലോ. ആണോ? അല്ല എന്താ? വർഷ പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ എന്ന് മഹിമ ചോദിക്കുമ്പം ശ്രീകാന്ത് അല്ല വർഷയൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചുമ്മാ വന്നതാണെന്ന് അവൾ പറഞ്ഞതേ. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല നിന്റെ ഏട്ടൻ സച്ചി അവളെന്തെങ്കിലും പറഞ്ഞോ, പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ മഹിമ ചോദിക്കുക. അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ ഇങ്ങോട്ടെങ്ങനെ വന്നതാണോ ചോദിക്കുമ്പം അയ്യോ പ്രശ്നമൊന്നുമില്ല ആൻറ്റി, ഞാൻ അവളെ ഒന്ന് കാണട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അകത്തേക്ക് കയറിപ്പോയി. എന്തോ പ്രശ്നമുണ്ട് മഹിമേ, ഞാൻ പറഞ്ഞില്ലേ അവൻ അവളെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന്, അതുകൊണ്ട് തന്നെ അവൻ വന്നതെന്നും പറഞ്ഞ് അവർ താഴെ ഇരിക്കുന്നു. ഈ സമയത്ത് ശ്രീകാന്ത് മുറിയിലേക്ക് ചെന്നു, വർഷയെ വിളിച്ചു. വർഷ അന്നേരത്തേക്കും തിരിഞ്ഞൊരൊറ്റ ഇരിക്കലായിരുന്നു, തിരിഞ്ഞു പോലും നോക്കിയില്ല ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക്. ശ്രീകാന്ത് അന്നേരം ചെന്ന് അടുത്തങ്ങ് ഇരുന്നു. വർഷ മുഖത്ത് പോലും നോക്കുന്നില്ല. വർഷയ്ക്ക് ഭയങ്കര ദേഷ്യം. ഇങ്ങനെ പനി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പം അതെന്തിനാ നീ അറിയുന്നതെന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു. അത് പിന്നെ എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ എന്തിനു നിന്നോട് ദേഷ്യപ്പെടണം, നീ എൻ്റെ ആരാ ഹസ്ബൻഡാണോ? ഹസ്ബൻഡായിരുന്നെങ്കിലേ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ കൂടെ ഇരിക്കാറുന്നില്ലേ എന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുക. സോറി വർഷേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ? അർജൻറ്റ് വർക്കായതുകൊണ്ടല്ലേ ഞാൻ പോയതെന്ന് ചോദിച്ചപ്പോൾ അർജൻറ്റ് വർക്കാണെങ്കിൽ നീ പോയി അത് ചെയ്യേ, എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് ഓടിക്കയറി വന്നേ എന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിക്കുക. അന്നേരം ശ്രീകാന്ത് ഇങ്ങനെ വർഷയെ ദയനീയമായിട്ട് നോക്കുവാണ്. എന്തായാലും നീ എന്തിനാ പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്? അപ്പോൾ ഇത് എൻ്റെ വീടാണെന്നും എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് വർഷ. അപ്പം നിനക്ക് വരാം, പക്ഷേ അങ്ങനെ ദേഷ്യപ്പെട്ട് പിണങ്ങിയൊന്നും വരരുത് കേട്ടോ എന്ന് വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു. എൻ്റെ അമ്മ പോകരുതെന്ന് പലതവണ പറഞ്ഞിട്ടും നീ കേട്ടില്ലല്ലോ, നീ പെട്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. അമ്മ പറഞ്ഞതേ അനുസരിക്കാത്തത് കൊണ്ട് ചോദിക്കാൻ വന്നതാണോ ശ്രീകാന്ത് എന്ന് ചോദിച്ചു വർഷ. അങ്ങനെയൊന്നുമല്ല, നീ പെട്ടിയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞപ്പോൾ ഷോക്കായി പോയത് കൊണ്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് പലതവണ വർഷയോട് ഇങ്ങനെ സോറിയൊക്കെ ചോദിക്കാം. പിന്നെ എനിക്കാണ് വയ്യാഴിക വന്നതെങ്കിൽ നീ എന്നെ ഇട്ടിട്ട് ജോലിക്ക് പോകില്ലെന്ന് എനിക്കറിയാം, ഞാൻ ജോലിക്ക് പോയത് തെറ്റായിപ്പോയി, രേവതി അടുത്ത് വിളിച്ച് എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു, അപ്പോഴാണ് എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായതെന്ന് ശ്രീകാന്ത് വർഷയോട് പറയുക കേട്ടോ. അത് മനസ്സിലാക്കി തരാൻ നിനക്ക് വേറൊരാൾ വേണ്ടി വന്നു അല്ലേ എന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു. നമ്മൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാൾ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നെന്ന് ചോദിച്ചു. ഇപ്പം നിനക്കത് മനസ്സിലായില്ലേ, ഇനി വിട്ടോളാൻ പറഞ്ഞു. എവിടേക്ക് വിടാൻ? നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ലേ വർഷ? അങ്ങനെ നീ സോറി പറഞ്ഞ ഉടനെ സന്തോഷത്തോടെ നിൻ്റെ പിറകെ വരുമെന്ന് ശ്രീകാന്ത് കരുതിയൊന്ന് വർഷ ചോദിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്താലാണ് നീ വരുവാന്ന് ചോദിച്ചു. ആദ്യം നീ നിൻ്റെ മനസ്സ് മാറ്റുക, എന്നിട്ട് വരാൻ പറഞ്ഞു. എൻ്റെ മനസ്സ് ഞാൻ എപ്പോഴേ മാറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് മനസ്സ് മാറ്റാൻ കഴിയില്ല, സമയമെടുക്കും, അത് മാറ്റിയിട്ട് നീ വാ, അപ്പം ആലോചിക്കുക എന്ത് വേണമെന്ന്. ഇപ്പം ഞാൻ എന്തായാലും വരുന്നില്ല എന്നും പറഞ്ഞായി വർഷ. ആ സമയത്ത് ശ്രീകാന്ത് നമ്മുടെ വർഷയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വർഷയുടെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ നിന്നു. ഇത് ഞാൻ നിനക്ക് ഇതവിടെ നിങ്ങൾ ചുമ്മാ കിട്ടിയതാണോ എന്ന് ചോദിച്ചു. കിട്ടിയതോ? ഞാനിത് നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് ശ്രീകാന്ത് പറയാം. ഇന്ന് ഓണർ കുറച്ച് ക്യാഷ് ഗിഫ്റ്റായിട്ട് തന്നിരുന്നു, ആ ക്യാഷ് കൊണ്ട് നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന കാര്യം ശ്രീകാന്ത് പറയാം കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഡയമണ്ട് മോതിരം വാങ്ങിച്ച് തന്നാൽ ഞാൻ ക്ഷമിക്കും, നിൻ്റെ കൂടെ വരുമെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ചു. അന്നേരം വർഷേ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു. നോക്ക് പ്ലീസ് വർഷേ, എന്നോട് നീ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള പിണക്കമൊക്കെ മാറി. അങ്ങനെ നമ്മുടെ വർഷയുടെ കയ്യിൽ നമ്മുടെ ശ്രീകാന്ത് മോതിരം ഇട്ട് കൊടുത്തു. അതിനുശേഷം ശ്രീകാന്തിൻ്റെ മുട്ടയിലൊക്കെ കയറിയൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വർഷ. ഇനി ഞാൻ ഇട്ടിട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനിനി എങ്ങും പോവത്തേ ഇല്ല എന്ന് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു. എനിക്ക് വയ്യാതാകുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ നോക്കിക്കൊള്ളുമല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ സന്തോഷമായിട്ട് ഇരിക്കുക. ആ സമയത്ത് താഴെ അവർ രണ്ടുപേരും കൂടി എന്തായിട്ടാകുമ്പം വരാത്തെ, ദൈവമേ എന്ന് പറഞ്ഞ് മഹിമ ഇരിക്കുക. ഇനിയിപ്പോൾ രണ്ടുപേരും തമ്മിൽ തല്ലുവല്ലോ ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കെങ്ങും അറിയാൻ മേലാന്ന് അച്ഛൻ അമ്മയോട് പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ ഇറങ്ങി വരിക. അപ്പോൾ പെട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ഞങ്ങളൊന്ന് പോവാട്ടോ എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാ, അല്ലാണ്ട് ഞാൻ എവിടെ പോകാനാണെന്ന് വർഷ ചോദിച്ചു. അപ്പോഴും മഹിമയും മധുസൂദനും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ നീ ഇവിടെ നിൽക്കാൻ വന്നല്ലേ എന്ന് ചോദിച്ചു. അതെ, പക്ഷേ ഇപ്പോൾ പോകണമെന്ന് തോന്നി, ഞാൻ പോവുകയാണെന്ന കാര്യം പറഞ്ഞു. എന്നും പറഞ്ഞു രണ്ടുപേരും നോക്കുക. അപ്പോൾ എന്താ മോളെ ഇത്, നിനക്ക് ഫീവർ അല്ലേ, അത് ശരിയായിട്ട് പോകാമെന്ന് അച്ഛൻ പറഞ്ഞപ്പം കുഴപ്പമില്ലെന്നേ, എന്നെ നോക്കാനേ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അച്ഛാ എന്ന് വർഷ.
എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കും, ഇവർക്കൊന്നും മനസ്സിലാവുന്നുമില്ല. അപ്പം മോനെ ഒരു 2-3 ദിവസം കൂടി ഇവിടെ താമസിച്ചിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു. പിന്നെ വരാങ്കൾ ഇപ്പം ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു ശ്രീകാന്ത്. അപ്പം എന്ത് പ്രശ്നമുണ്ടല്ലോ, എന്താ മോളെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു മഹിമ. എന്താണെങ്കിലും നീ അത് പറയാൻ പറഞ്ഞു. എന്ത് പ്രശ്നം? നത്തിങ് അമ്മേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ പോകുമെന്ന് ചോദിച്ചു. അതിൻ്റെ അത് ഞങ്ങൾ ഇറങ്ങുകയാണേ, പോയിട്ട് വരാമേ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കാൻ വരുവാണെന്ന് ഞാൻ കരുത്. ഭർത്താവ് ഒന്ന് വിളിച്ചപ്പോൾ അനുസരണയുള്ള ഒരു പട്ടിക്കുട്ടിയെ പോലെ അവളങ്ങ് പോയത് നീ കണ്ടോ? ഇവളെ കണ്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് മധുസൂദനം പറഞ്ഞ് അകത്തേക്കും കയറിപ്പോയി. മഹിമ നിന്ന് ആലോചനയും തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രമതി അവിടെ ഇരുന്ന് ഫോണിൽ വിളിക്കുക. ഹലോ ഭാമേ, ആ വർഷയുടെ അഹങ്കാരം ചില്ലറയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ. ഇപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ വിശക്കുന്നമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇതേ 2 എണ്ണങ്ങളും കൂടെ ഓടി കതച്ച് അങ്ങോട്ടേക്ക് വന്നേക്കോ. വേറെ ആരുമല്ല, ശ്രുതിയും കൂടി ചേർന്ന്. അമ്മേ എന്തൊരു വിശപ്പ് എൻ്റെ അമ്മേ, ഭക്ഷണം എടുത്ത് വയ്ക്കമ്മേ എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണമോ? ആൻറ്റി ഭക്ഷണം റെഡിയായില്ലേന്ന് ചോദിച്ചു ശ്രുതി. എവിടെ റെഡിയാവാൻ, ഒരുത്തി താവിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അവിടെ. കുറേ നേരമായി അടുക്കളയിൽ കയറിയിട്ട് ഇതുവരെ ഒന്നും റെഡിയായിട്ടില്ല എന്ന് ചന്ദ്ര. വിശന്ന് കുടൽ കറിയെന്നൊന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. അല്ല നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരില്ലായിരുന്നു, ഇങ്ങോട്ട് വരുമായിരുന്നു ഒന്ന് ശ്രുതി ചോദിച്ചപ്പോൾ എടാ എന്നും പറഞ്ഞു വിളിച്ചു ചന്ദ്ര. അല്ല അപ്പോൾ അമ്മേ അതെ, കൂടുതലുണ്ടാക്കി അമ്മയെ കഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പോൾ അതെ മനസ്സിലായടാ, എനിക്കെല്ലാം മനസ്സിലായി. ആ പൂ കെട്ടുന്നവൾ ഇവിടെ വരുന്നത് മുൻപേ ഞാനുണ്ടാക്കിയ ഭക്ഷണം മൂക്കുമുട്ട തിന്നുന്നവനായിരുന്നില്ലേടാ നീ എന്ന് ചന്ദ്ര ചോദിച്ചപ്പം അമ്മേ ഈ പൂ കെട്ടുന്നവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എവിടെ നിന്ന് അറിയാം? എൻ്റെ അമ്മയുടെ കൈപുണ്യത്തിൻ്റെ 7 അയലത്ത് വരുമോ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പം എന്നിട്ട് അവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനല്ല ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നതെന്ന് ചന്ദ്ര. നാണം കെട്ടവൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയാം. അന്നേരം അത് കേട്ടപ്പോൾ അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. ശ്രീകാന്തിനെ കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. മരുമോളില്ലാതെയല്ലേ കയറി വന്നേക്കുന്നത്. എടാ ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് വരാൻ ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു, അവൻ വന്നത് കണ്ടോന്ന് ചന്ദ്ര. അമ്മയെ അനുസരിക്കുന്ന മക്കളായി ഇങ്ങനെ വേണമെന്ന് ചന്ദ്ര പറയണം. ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ വിഷമഭാവത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുക ഇവിടെ. ശ്രുതിക്ക് അത് പിടിച്ചില്ല. അപ്പോൾ എന്താ മോനെ, എന്താ നിന്റെ മുഖത്തൊരു വിഷമം എന്ന് ചോദിച്ചാൽ അമ്മ നിൽക്കുമ്പോൾ ശ്രീകാന്ത് തിരിഞ്ഞു നോക്കി. അപ്പോൾ വർഷ വരുന്നു. വർഷ കയറി വന്നത് കണ്ടപ്പം വർഷ വന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇരുന്നിടത്തൊന്ന് ചാടി എഴുന്നേറ്റ് നമ്മുടെ ചന്ദ്ര. എന്താ വീട് മാറുമെല്ലാം വന്നാണോ എന്ന് ചന്ദ്ര നമ്മുടെ വർഷയോട് ചോദിക്കുമ്പോൾ വീട് മാറേണ്ട കാര്യം എന്താ, ഇവിടുന്ന് തന്നെയല്ലേ ഞാൻ അങ്ങോട്ട് പോയതെന്ന് വർഷ ചന്ദ്രയോട് ചോദിക്കും. അപ്പോൾ രേവതി ഇറങ്ങി വന്നു. രേവതിക്ക് സന്തോഷമായി വർഷ വന്നത് കണ്ടപ്പോഴേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയൊക്കെ ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്ക് അച്ഛനും സച്ചിയും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ കാഴ്ച കണ്ടു. കൂടെ വർഷമുണ്ടല്ലോ, നീ പെട്ടിയും തൂക്കിയപ്പോൾ ഞാൻ കരുതി ഇത് വലിയ വിഷയമാകും, തുടർക്കഥയായി പോകുമെന്ന്. നീ പെട്ടെന്ന് വന്നല്ലോ. അപ്പോൾ ഏട്ടാ ഒരു വിധത്തിൽ ഞാൻ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അന്നേരം വർഷേ എൻ്റെ എല്ലാം പറഞ്ഞായിരുന്നു, ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്ക് കൂടുന്നതൊക്കെ സാധാരണയാണ്. അപ്പോൾ കറക്റ്റ് അച്ഛാ, ഞാനൊരു അവധിയും കൂടെ വഴക്കിടാറുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ അതും എന്നോട് സ്ഥിരമുള്ളതല്ലേ എന്ന് അച്ഛൻ. നിങ്ങളുടെ വഴക്ക് ഒരുമാതിരി ഇതുപോലെയല്ലേ 5 ദിവസം എടുക്കുമല്ലോ എന്നൊക്കെ സച്ചി പറയുക. അന്നേരം ഒരിക്കലും ഇല്ലടാ, ഇത്ര വഴക്കടിച്ചാലും ഞങ്ങളുടെ പിണക്കം ഒരു ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല എന്ന് നമ്മുടെ സച്ചി. ഞങ്ങളും അങ്ങനെ തന്നെയാന്ന് ശ്രുതി. അപ്പം ഞങ്ങളത് സംസാരിച്ചേ തീർക്കൂടാ, ഞങ്ങളുടെ വഴക്കേ 1 ടൈം മാച്ച് പോലെയാടാ അല്ലടാ എന്നൊക്കെ ചോദിച്ചു. അപ്പം അതേന്നും പറഞ്ഞ് രേവതി നിൽക്കുന്നു. അപ്പോൾ ശ്രീകാന്തും വർഷയും ഭയങ്കര ഹാപ്പി, അച്ഛനും ഹാപ്പി. ചന്ദ്രമതിയുടെ ഹാപ്പിനെസ് ഒക്കെ പോയി. അപ്പോൾ പോകരുതെന്ന് നിന്നോട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞില്ല, ഒരു മര്യാദയില്ലല്ലോ നീ ഇറങ്ങിപ്പോയതെന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ മര്യാദയില്ല ഞാൻ പോയെന്നോ ആൻറ്റിയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയതെന്ന് വർഷ ചോദിച്ചു. നീ ജോലിക്ക് പോയിട്ടൊന്നും അല്ലല്ലോ വരുന്നത്, കെട്ടിയനോട് പിണങ്ങി അമ്മ വീട്ടിൽ പോയിട്ട് വരുന്നതല്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ നല്ലതാണോ എന്ന് ചന്ദ്ര വർഷയോട് ചോദിക്കാം. അപ്പോൾ ചന്ദ്രയെ വീട്ടിൽ പോയിട്ട് അവൾ തിരിച്ചു വന്നില്ലേ, അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, സ്ഥിരതാമസമൊന്നും ആക്കിയില്ലല്ലോ എന്ന് രവിയേട്ടൻ പറയുമ്പോൾ ഞാൻ എന്തിനു സന്തോഷിക്കണം? അവൾക്ക് തോന്നുന്നത് പോലെ പോകുന്നു വരുന്നു, അവളുടെ ഇഷ്ടത്തിന് അവളെല്ലാം ചെയ്യുന്നു, അതൊന്നും ഇവിടെ നടക്കുന്നതല്ല എന്ന് പറഞ്ഞ് ചന്ദ്ര പറഞ്ഞപ്പോൾ ആൻറ്റിയും അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞു വർഷ. നമ്മളോട് ചന്ദ്ര അന്നേരം നോക്കുക. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലാണ് വഴക്കിട്ടത്, ഞങ്ങൾ പിണങ്ങും അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണെന്ന് ചന്ദ്രയുടെ മുഖത്ത് നോക്കി വർഷ അങ്ങ് പറഞ്ഞു. അമ്പടാ എന്ന് പറഞ്ഞ് സച്ചി. ആൻറ്റി എന്തിനാ ഇങ്ങനെ നിന്ന് തിളയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇവിടെ നടക്കില്ല, ഇതേ ഞാനൊന്ന് ഒരുത്തി ഉണ്ട്, എന്നോട് കുറച്ചെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ ഇറങ്ങി പോകുമായിരുന്നു എന്ന് ചന്ദ്ര ചോദിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം, ഞാനത് സംസാരിച്ച് പരിഹരിക്കുമെന്ന് പറഞ്ഞപ്പം നിങ്ങളാര് കോടതിയിലെ ജഡ്ജാണോ എന്ന് വർഷ ചന്ദ്രയോട് അന്നേരം ചോദിച്ചു. അടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അത് കാലക്കിടി മോളെ എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ശ്രുതിയും അന്തം പെട്ട് നോക്കുക.
നമ്മുടെ സച്ചി ഇങ്ങനെ ഹാ ഒക്കെ പറഞ്ഞുകൊണ്ട് ചുമക്കുന്നു. ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് വല്ലാത്തൊരു നാണക്കേടായിപ്പോയി. സച്ചി അങ്ങോട്ട് നിന്ന് അങ്ങ് ഞെളിയായി വർഷ പറഞ്ഞ ആ ഒരു ഡയലോഗിൻ്റെ പുറത്ത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണേ. എല്ലാവർക്കും ടാറ്റാ.